നമസ്കാരം. ഓരോ ദിവസത്തെയും പഞ്ചാംഗ വിഷയങ്ങളും മുഹൂർത്ത വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിത്യജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 ജൂൺ മാസം 11-ാം തീയതിയാണ്, ബുധനാഴ്ച. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,372. കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 28-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠ മാസം 21-ാം തീയതി. തമിഴ് മാസം വൈകാശി 28. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. ഇന്നത്തെ തിഥി പൗർണമി. ഇന്നത്തെ കരണം സിംഹകരണം. നിത്യയോഗം സാധ്യ എന്നു പേരുള്ള നിത്യയോഗമാണ്. മകയിരം ഞാറ്റുവേല തുടരുന്നു. ഉത്തരായന കാലമാണ്. ഗ്രീഷ്മ ഋതു. മിഥുനം അവസാനിക്കുന്നതുവരെ ഉത്തരായനമായിരിക്കും. കർക്കിടകം 1 തൊട്ട് ദക്ഷിണായനം തുടങ്ങുന്നതായിരിക്കും. തിരുവനന്തപുരം നഗരത്തിലെ സൂര്യോദയം പരിശോധിക്കാം. 6 മണി കഴിഞ്ഞ് രാവിലെ 6 മണി കഴിഞ്ഞ് 7 മിനിറ്റിനാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇന്നത്തെ സൂര്യാസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റിനാണ്. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 12 മണി 21 മിനിറ്റ് മുതൽ 1 മണി 55 മിനിറ്റ് വരെയാണ്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 10 മണി 48 മിനിറ്റ് മുതൽ 12 മണി 21 മിനിറ്റ് വരെയാണ്. രാഹുകാലം പറയുന്നത് സൂക്ഷ്മപ്പെടുത്തിയിട്ടുള്ള രാഹുകാലമാണ്. ഇതാണ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കലണ്ടറിൽ കാണുന്നതിൽ ചെറിയ വ്യത്യാസം വരും. കലണ്ടറിൽ കാണുന്നത് സൂര്യോദയവും സൂര്യാസ്തമയവും 6 മണിക്കെന്നുള്ള സങ്കല്പത്തിലാണ് കണക്കുകൂട്ടി വച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സൂര്യോദയവും സൂര്യാസ്തമയവും എന്താണോ അതനുസരിച്ചാണ് കൃത്യമായ രാഹുകാലം നമ്മൾ ഗണിച്ചെടുക്കേണ്ടത്. ഇന്ന് ബുധനാഴ്ച ആയതിനാൽ ഇന്നത്തെ സൂര്യോദയ സമയത്തെ കാലഹോരയുടെ അധിപൻ ബുധനായിരിക്കും. അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്രഹങ്ങൾക്ക് കാലഹോരയുടെ ആധിപത്യം ലഭിക്കുന്നതാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. പഞ്ചാംഗ ദോഷങ്ങളോ മുഹൂർത്ത ദോഷങ്ങളോ പരിഗണിക്കാതെ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ കൃത്യം മധ്യാഹ്നത്തിൽ വരുന്ന 4 മിനിറ്റ് നമ്മൾ വർജിക്കണം. അതൊഴിവാക്കി ബാക്കിയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ അഭിജിത്ത് വരുന്നത് 11 മണി 57 മിനിറ്റ് മുതൽ 12 മണി 19 മിനിറ്റ് വരെയും വീണ്ടും 12 മണി 23 മിനിറ്റ് മുതൽ 12 മണി 45 മിനിറ്റ് വരെയാണ്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്ന് ഇടവക്കൂറിൽ ജനിച്ചവർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. ഇടവക്കൂറിൽ ജനിച്ചവരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർ, അതല്ലാതെ രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി, അതായത് ആദ്യത്തെ 30 നാഴിക, ഈ കൂറിൽ ജനിച്ചവർ ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ശുഭകാര്യങ്ങൾ വർജിക്കുക. ഇന്ന് സൂര്യോദയ സമയത്തെ ഗ്രഹനില നോക്കാം. മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ സൂര്യൻ, മിഥുനത്തിൽ ബുധനും വ്യാഴവും, ചിങ്ങത്തിൽ ചൊവ്വയും കേതുവും ഗുളികനും, വൃശ്ചികത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ഇന്നലെ നമ്മൾ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചുരുക്കത്തിൽ നോക്കാം. ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സ്, രാജ്ഞി, സുഖം, അമ്മ, കൃഷി, വെള്ളം, നെല്ല്, സ്നാനം, രാത്രികാലം, കായികനികൾ, പുഷ്പങ്ങൾ, മൃദുലദ്രവ്യങ്ങൾ, സസ്യങ്ങൾ, മുത്ത്, ഓട്ടുപാത്രങ്ങൾ, കീർത്തി, വെള്ളം, ശംഖ്, മധുരദ്രവ്യങ്ങൾ, സുഖഭോജനം, സ്ത്രീകളുടെ ആഭരണം, അഷ്ടമംഗല്യ വസ്തുക്കൾ, കസ്തൂരി, പനിനീര്, കുങ്കുമം, ചന്ദനം, ഗോരോചനം, കർപ്പൂരം, ചാന്ത്, കണ്ണാടി, സുഗന്ധദ്രവ്യങ്ങൾ, താമ്പൂലം, പാനകം, പായസം, ശുദ്ധമദ്യങ്ങൾ, തൈര്, നെയ്യ്, പാല്, നെല്ലരിച്ചോറ്, ദുർഗാഭഗവതി. ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പരാമർശിക്കാം. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ വിശ്വാസികളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.